മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 26-ാം അധ്യായം 40-ാമത്തെ വാക്യം. Matthew's Gospel chapter 26 verse 40. അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? നമ്മുടെ വിഷമഘട്ടങ്ങളിൽ പലപ്പോഴും നമ്മളോട് സഹതാപപൂർവ്വം സഹകരിക്കുവാൻ ആരുമില്ല എന്ന് ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ നാം നിരാശപ്പെടും. ഇനി ഒറ്റപ്പെട്ട് ജീവിച്ചാൽ മതി എന്ന നിഗമനത്തിലെത്തും. പക്ഷേ തൽഫലമായ ജീവിതം അധികം കഷ്ടതരമാവുകയുള്ളൂ എന്ന് നമുക്കറിയാം. നാം മനുഷ്യരിൽ നിന്നും പൂർണ്ണത പ്രതീക്ഷിക്കരുത്. ആരെയും വെറുക്കുകയുമരുത്. ദൈവത്തിൽ നിന്ന് മാത്രം സഹതാപം പ്രതീക്ഷിക്കുകയും എല്ലാവരെയും സ്നേഹിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. നമ്മുടെ കർത്താവ് ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുമ്പോൾ മനോവ്യഥയുടെ ഫലമായി രക്തത്തുള്ളികൾ വിയർപ്പായി ശരീര മാസകലമൊഴുകി. തന്റെ പ്രയാസത്തിൽ പങ്കുകൊള്ളണമെന്ന് ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. 3 പ്രാവശ്യം താൻ അവരുടെ അരികിൽ ചെന്നു. അപ്പോഴെല്ലാം അവർ ഉറങ്ങുകയായിരുന്നു. കർത്താവ് അപ്പോൾ ഒട്ടും നിരാശനായി. പിതാവിനോടുള്ള സംസർഗം മാത്രം ആശ്രയമായി കരുതിയാൽ മതിയെന്ന് നിശ്ചയിച്ച പിതാവിന്റെ ഇഷ്ടത്തിൽ സ്വന്തം ഇഷ്ടം സമർപ്പിച്ചു. അപ്പോൾ സ്വർഗീയ ശക്തി തനിക്ക് ലഭിച്ചു. ഒരു ദൂതൻ തന്നെ ശക്തനാക്കുവാൻ ആഗതനായി. പിന്നീടുണ്ടായ സകല കഷ്ടപ്പാടുകളുടെയും അടിപതറാതെ തരണം ചെയ്യുവാൻ ശക്തി പ്രാപിച്ചു. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തി മാത്രമേ കഷ്ടതകളെ നേരിടുവാൻ നമ്മെ ശക്തരാക്കൂ. മനുഷ്യനിൽ ആശ്രയിക്കുന്ന സ്വഭാവം ത്യജിക്കണമെന്നത് ദൈവത്തിന്റെ ഇംഗിതമാണ്. അബ്രഹാം ദൈവത്തിൽ ആശ്രയിച്ചു വിശ്വസിച്ചു. എങ്കിലും ഇസ്ഹാക്കിന്റെ ജനനശേഷം തന്റെ പ്രതീക്ഷകൾ മകനിൽ കേന്ദ്രീകരിച്ചു. ആ സമയം ദൈവം അബ്രഹാമിനോട് മകനെ ബലി കഴിക്കുവാൻ ആജ്ഞാപിച്ചു. സങ്കടത്തോടെ ആയിരുന്നെങ്കിലും എബ്രഹാം അതിനൊരുങ്ങി. അബ്രഹാമിന്റെ മനപരിവർത്തനമായിരുന്നു ദൈവം ആഗ്രഹിച്ചു. മനുഷ്യർ മാറിക്കളഞ്ഞാലും ദൈവം ഒരു നാളും മാറുകയില്ല. ആ ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ട്, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.